നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത പുതുക്കാട് KSRTC ബസ് ഓട്ടോറിക്ഷയിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പാലപ്പിള്ളി കാരികുളം സ്വദേശി മരിച്ചു. പെറ്റമ്മയുടെ കരുതൽ തുണയായി. വീട്ടുമുറ്റത്തെ ഇരുമ്പ് ഗേറ്റ് വീണുണ്ടായ അപകടത്തിൽ നിന്നും 2 വയസ്സുകാരൻ രക്ഷപ്പെട്ടു. തൊഴാൻ വന്ന സ്ത്രീയുടെ 6 പവൻ തൂക്കം വരുന്ന സ്വർണമാല കവർന്ന കേസിലെ പ്രതികളായ 2 സ്ത്രീകളെ കൂടി ഈസ്റ്റ് പോലീസ് പിടികൂടി. ചാലക്കുടി കൂടപ്പുഴ ARSൽ നടന്ന ചാലക്കുടി അഗ്രി ബിസിനസ് എക്സ്പോ 2024 വൻ ജനപങ്കാളിത്തത്തോടെ സമാപിച്ചു. പോത്തുപാറ പട്ടികവർഗ ഉന്നതിയിലെ 24 കുടുംബങ്ങളുടെ ഭവന നിർമ്മാണോദ്ഘാടനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. ഗുരുവായൂർ നഗരസഭ ടൗൺ ഹാളിൽ നിന്ന് 5.5 അടിയോളം നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. കരുതലും കൈത്താങ്ങും മുകുന്ദപുരം താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് മന്ത്രി കെ രാജൻ. CPIM ചാലക്കുടി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തി. പറപ്പുകര പഞ്ചായത്തിലെ പാലിയേറ്റീവിൽ രജിസ്റ്റർ ചെയ്ത പാവപ്പെട്ട രോഗികൾക്ക് ആശുപത്രി യാത്ര സൗജന്യമാക്കി. പൂക്കോട് ഭഗവതികാവ് ക്ഷേത്രത്തിലെ പുതിയ കോമരത്തിന് അവരോധന കലശം നടത്തുന്നു. വിശദമായ വാർത്തയിലേക്ക്. ദേശീയപാത പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപം KSRTC ബസ് ഓട്ടോറിക്ഷയിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഓട്ടോറിക്ഷ യാത്രക്കാരൻ മരിച്ചു. പാലപ്പിള്ളി കാരികുളം സ്വദേശി പറമ്പൻ വീട്ടിൽ 67 വയസ്സുള്ള മമ്മൂദാണ് മരിച്ചത്. അപകടത്തിൽ മമ്മൂദിന്റെ ഭാര്യ തായുമ്മ, മകൾ ഷാനിദ, ഓട്ടോ ഡ്രൈവർ കുഞ്ഞു മുഹമ്മദ് എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ 7:30യോടെയായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ മമ്മൂദ് മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് മരിച്ചത്. മമ്മൂദിന്റെ ചികിത്സയ്ക്കായി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം. യു-ടേണിന് സമീപം പെട്ടെന്ന് ബ്രേക്കിട്ട കാറിൽ ഇടിക്കാതിരിക്കാൻ നിർത്തിയ ഓട്ടോയുടെ പുറകിൽ ബസ് വന്ന് ഇടിക്കുകയായിരുന്നു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പെറ്റമ്മയുടെ കരുതൽ തുണയായി. വീട്ടുമുറ്റത്തെ ഇരുമ്പ് ഗേറ്റ് വീണുണ്ടായ അപകടത്തിൽ നിന്നും 2 വയസ്സുകാരൻ രക്ഷപ്പെട്ടു. അമ്മയുടെ സമയോചിതമായ ഇടപെടൽ. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മാർത്തോമ ദേവാലയത്തിന് സമീപം പള്ളിയിൽ ബിജോയിയുടെ വീട്ടിലാണ് ഏതാനും ദിവസം മുൻപ് സംഭവം നടന്നത്. ബിജോയിയുടെ 2 വയസ്സുള്ള മകൻ കെൻസ് ബിജോയ് അമ്മ ഗ്രീഷ്മയ്ക്കൊപ്പം മുറ്റത്ത് നിൽക്കുമ്പോഴാണ് അപകടം. അമ്മ സ്ലൈഡിംഗ് ഗേറ്റ് തുറന്നപ്പോൾ കുട്ടി ഗേറ്റിനടുത്ത് നിൽക്കുകയും ഈ സമയം ഗേറ്റ് നിലം പതിക്കുകയുമായിരുന്നു. അപകടം കണ്ട ഗ്രീഷ്മ നിമിഷാർദ്ധം കൊണ്ട് ഗേറ്റ് താങ്ങിപ്പിടിച്ച് കുട്ടിയെ രക്ഷിക്കുകയായിരുന്നു. തൊഴാൻ വന്ന സ്ത്രീയുടെ 6 പവൻ തൂക്കം വരുന്ന സ്വർണമാല കവർന്ന കേസിലെ പ്രതികളായ 2 സ്ത്രീകളെ കൂടി ഈസ്റ്റ് പോലീസ് പിടികൂടി. കഴിഞ്ഞ നവംബർ 23-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതികൾ മോഷണത്തിനായി ആലപ്പുഴയിലെ എടത്ത എന്ന സ്ഥലത്തെ പൊങ്കാലയ്ക്ക് വന്ന സമയം ഇവരെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തമിഴ്നാട് മധുര മുത്തുപ്പെട്ടി ചെട്ടിയാർ തെരുവ് സ്വദേശികളായ ഭഗവതി, രാമായി എന്നിവരെയാണ് പിടികൂടിയത്. കേസിൽ 4 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. ഇവർക്കെതിരെ സംസ്ഥാനത്തുടനീളം മോഷണ കേസുകളുണ്ടെന്നും പിടികിട്ടാ പുള്ളികളായിരുന്നുവെന്നും ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജിജോ അറിയിച്ചു. പേരാമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ യാത്രക്കാരിയുടെ 5 പവൻ മാല മോഷ്ടിച്ചതും ഇവരാണെന്ന് അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണത്തിൽ നിരവധി CCTVകൾ പോലീസ് പരിശോധിക്കുകയും സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനിലും പ്രതികളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നൽകുകയും ചെയ്തു. തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷ് എൻ ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ഇൻസ്പെക്ടർ ജിജോ, സബ് ഇൻസ്പെക്ടർ ബിപിൻ പി നായർ, സൂരജ് അജ്മൽ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സന്ദീപ് ശ്രീജിത്ത്, സബ് ഇൻസ്പെക്ടർ ശ്രീജ, ഷൈജ, ദുർഗ എന്നിവരാണ് ഉണ്ടായിരുന്നത്. കാർഷിക മേഖലയ്ക്ക് പുതിയ ആവേശവും പുതിയ പ്രതീക്ഷയുമായി ചാലക്കുടി കാർഷിക മേളയ്ക്ക് കൊട്ടിക്കലാശം.
3 ദിവസങ്ങളിലായി ചാലക്കുടി കൂടപ്പുഴ ARSൽ നടന്ന ചാലക്കുടി അഗ്രി ബിസിനസ് എക്സ്പോ 2024 വൻ ജനപങ്കാളിത്തത്തോടെ സമാപിച്ചു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ കൃഷിവകുപ്പിന്റെയും കാർഷിക സർവകലാശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചാലക്കുടിയിൽ ആദ്യമായി ഇത്തരമൊരു കാർഷിക മേള സംഘടിപ്പിച്ചത്. കൃഷിയുടെ പുതിയ സാങ്കേതിക വിദ്യകളും പുത്തൻ ആശയങ്ങളും കർഷകർക്ക് പരിചയപ്പെടുത്തുക, പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും കൃഷിയിലേക്ക് ആകർഷിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിച്ചത്. മേളയുടെ ഭാഗമായി സെമിനാറുകൾ, കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഉപകരണങ്ങളുടെയും പ്രദർശനം, വിപണനം, എല്ലാ ദിവസവും വിവിധങ്ങളായ കലാപരിപാടികളും മേളയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. സമാപന സമ്മേളനം മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മധു സുബ്രഹ്മണ്യൻ, MP അനൂപ്, മിൽമ ചെയർമാൻ MT ജയൻ, നഗരസഭാ ചെയർമാൻ എബി ജോർജ്, വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, ബ്ലോക്ക് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത്, MM അനിൽകുമാർ, ദീപു ദിനേശ്, മുൻ ചെയർമാൻ VO പൈലപ്പൻ, കൌൺസിലർമാരായ ഷിബു വാലപ്പൻ, ജിജി ജോൺസൺ, നിത പോൾ, സൂസി സുനിൽ, ബിന്ദു ശശികുമാർ, ARS മേധാവി ഡോക്ടർ മിനി എബ്രഹാം, കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KT ജെയിംസ്, K മധുസൂദനൻ, MT ഡേവിസ്, PK ലാൽസുന തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് ശേഷം കലാഭവൻ ജയൻ, കലാഭവൻ ജോബി എന്നിവരുടെ നേതൃത്വത്തിൽ മെഗാ ഷോയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. നമുക്കറിയാം കർഷകൻ എന്തുകൊണ്ട് കാർഷിക വൃത്തിയിൽ നിന്ന് മാറിപ്പോകുന്നു. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ കൃത്യമായും അഡ്രസ് ചെയ്യാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഗവേഷണ വിഭാഗം മേധാവിയായ ഡോക്ടർ മധു സുബ്രഹ്മണ്യൻ പോത്തുപാറ പട്ടികവർഗ ഉന്നതിയിലെ 24 കുടുംബങ്ങളുടെ ഭവന നിർമ്മാണോദ്ഘാടനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. ജില്ലയിലെ അതിരപ്പിള്ളി ഗ്രാമപഞ്ചായത്തിലെ ആനക്കയം നിവാസികളെ 2018-ലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി 24 കുടുംബങ്ങൾക്ക് പോത്തുപാറയിൽ കൈവശരേഖ നൽകിയിരുന്നു. ഇവർക്ക് PM ജന്മൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ഭവനത്തിന്റെ ഉദ്ഘാടനം ഊരുമൂപ്പൻ ചന്ദ്രന്റെ വീടിന്റെ തറക്കല്ലിട്ടുകൊണ്ടാണ് ജില്ലാ കളക്ടർ നിർവഹിച്ചത്. വനാവകാശ നിയമപ്രകാരം ഇപ്പോൾ താമസിക്കുന്ന ഭൂമിക്ക് അവകാശം ലഭിക്കുന്നതിനുള്ള സംസ്ഥാന തലത്തിൽ നിന്നും അംഗീകാരം ലഭ്യമായ ഉടൻ തന്നെ കൈവശാവകാശ രേഖയും വീട് വയ്ക്കുന്നതിനുള്ള നടപടിയും സ്വീകരിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര ദേവരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സോമിനി മണിലാൽ, വാർഡ് മെമ്പർ അഷിത, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഹെറാൾഡ് ജോൺ, ഷോളയാർ റേഞ്ച് ഓഫീസർ സൂരജ്, ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ അഭിജിത്ത്, ചാലക്കുടി തഹസിൽദാർ ജേക്കബ് ഫിലോ കാലിയ, ഡയറക്ടർ മാരിയോ ജോസഫ് എന്നിവർ പങ്കെടുത്തു. ഭവന നിർമ്മാണത്തിനോടനുബന്ധിച്ച് പട്ടികവർഗ വികസന വകുപ്പിന്റെ കോർപ്പസ് ഫണ്ട് പദ്ധതിയിൽ നിന്നും 24 കുടുംബങ്ങൾക്കും കുടിൽ കെട്ടുന്നതിനായുള്ള ടർപോളിൻ ഷീറ്റുകളുടെ വിതരണവും ജില്ലാ കളക്ടർ നിർവഹിച്ചു. 4 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് പ്രവൃത്തി പുരോഗമിക്കുന്നത്. ഗുരുവായൂർ നഗരസഭ ടൗൺ ഹാളിൽ നിന്ന് 5.5 അടിയോളം നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. ഗുരുവായൂർ നഗരസഭ ടൗൺ ഹാൾ കോമ്പൗണ്ടിനുള്ളിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. കുടുംബശ്രീ ക്യാന്റീന് സമീപത്തായി മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നതിനിടെയാണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. രാവിലെയാണ് സംഭവം. ഉടൻ തന്നെ ഗുരുവായൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ സ്നേക് റെസ്ക്യൂവറായ പ്രബീഷിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് മാലിന്യങ്ങൾ എടുത്തുമാറ്റി ഒടുവിൽ പാമ്പിനെ പിടികൂടി. 5.5 അടിയോളം നീളമുള്ള മൂർഖനെയാണ് പിടികൂടിയത്. വനം വകുപ്പിന് ഏൽപ്പിക്കുമെന്ന് പ്രബീഷ് പറഞ്ഞു. നിയമങ്ങളും ചട്ടങ്ങളും ജനങ്ങളെ പേടിപ്പിക്കാനുള്ളതല്ലെന്നും ആവശ്യമെങ്കിൽ പൊളിച്ചെഴുതണമെന്നും റവന്യൂ മന്ത്രി K രാജൻ അഭിപ്രായപ്പെട്ടു. കരുതലും കൈത്താങ്ങും മുകുന്ദപുരം താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ സർക്കാർ നിരവധിയായ ലക്ഷ്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെച്ച് വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി നിർവഹിച്ച് മുന്നോട്ടു പോകുമ്പോഴും പലവിധ കാരണങ്ങളാൽ ജനങ്ങളിൽ എത്തിച്ചേരേണ്ട സേവനങ്ങൾ സമയബന്ധിതമായി എത്തിച്ചേരുന്നില്ല എന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒന്നാം പിണറായി സർക്കാരാണ് നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി 4 മിഷനുകൾ അവതരിപ്പിച്ചത്.
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കഴിഞ്ഞ 8.5 വർഷമായി ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നത് അതിനായി 4 മിഷനുകൾ അവതരിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ആരോഗ്യ സുരക്ഷയ്ക്കായി ആർദ്രം, ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിന് ലൈഫ് മിഷൻ, മാലിന്യമുക്ത കേരളം സാക്ഷാത്കരിക്കുന്നതിന് ഹരിത കേരളം എന്നിവയാണ് മിഷനുകൾ. 4 മിഷനുകൾ 4 ദീർഘവീക്ഷണങ്ങളാണ്. കേരളത്തിൽ സയൻസ് വിഷയത്തിന് മാത്രമല്ല ഭാഷാ വിഷയത്തിനും ലാബ് ഉണ്ടാക്കി. പബ്ലിക് സ്കൂളുകളെ വെല്ലുവിളിക്കുന്നവയാക്കി പൊതുവിദ്യാലയങ്ങൾ. വസൂരിപ്പുരകളിൽ ദുരന്തത്തിന്റെ തീക്കാറ്റേറ്റുവാങ്ങിയ ചരിത്രമുള്ള കേരളം കോവിഡ് ലോകമാകെ പിടിച്ചു കുലുക്കുകയും ലക്ഷങ്ങളോളം പേരെ ഇല്ലാതാക്കുകയും ചെയ്തപ്പോൾ കോവിഡിന്റെ അപകടങ്ങൾ ആ വിധത്തിൽ പ്രതിഫലിക്കാത്ത നാടായി കേരളത്തിന് മാറാൻ കഴിഞ്ഞത് ആരോഗ്യ മേഖലയിൽ കേരളം അവതരിപ്പിച്ച നടപടികൾ മൂലമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സാങ്കേതിക കുരുക്കുകളിൽപ്പെട്ട് പരിഹാരം കാണാൻ കഴിയാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കരുതലും കൈത്താങ്ങും അദാലത്തിലൂടെ കഴിഞ്ഞതായി അധ്യക്ഷ പ്രസംഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. സാധാരണക്കാരായ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പരാതികൾ പരിഹരിച്ചുകൊണ്ട് അദാലത്തുകൾ നല്ല നിലയിലാണ് കേരള സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നത്. 2023 ഏപ്രിൽ മെയ് മാസങ്ങളിൽ പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് മന്ത്രിമാർ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് നടത്തിയ അദാലത്തിന്റെ തുടർച്ചയായാണ് 2024 ഡിസംബർ 2025 ജനുവരി മാസങ്ങളിലായി അദാലത്ത് നടത്തുന്നതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നടന്ന അദാലത്തിൽ MLA-മാരായ കെ രാമചന്ദ്രൻ, VR സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ വി മേനോൻ, അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ, ഇരിങ്ങാലക്കുട RDO MC റെജിൽ, ജനപ്രതിനിധികൾ, വിവിധ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അദാലത്തിന് നേതൃത്വം നൽകി. ഭാഗമായി അംഗീകരിക്കുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാത്തത് ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ പലവിധ സാമ്പത്തിക പ്രയാസങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോഴും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കേരളം ചെലവഴിക്കുന്ന സംഖ്യ കേവലമായിട്ടുള്ള കേരളത്തിന്റെ എക്സ്പെൻഡിച്ചർ അല്ലെന്നും നവകേരളത്തെ സൃഷ്ടിക്കാനുള്ള കേരളത്തിന്റെ മുതൽ മുടക്കാണെന്നും മൂലധന നിക്ഷേപമാണെന്നും വിശ്വസിക്കുന്ന ഒരു ഗവൺമെന്റ് കഴിഞ്ഞ അപേക്ഷകളിൽ നേരത്തെ പരിഹാരം ലഭ്യമാകാത്തവ ഇന്നത്തെ അദാലത്തിൽ നമ്മൾ പരിശോധിക്കും. അതുപോലെ ഇന്ന് പുതുതായി ഇവിടെ പരാതിയുമായി വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ പേരുടെയും പരാതികൾ ഞങ്ങൾ കേൾക്കുന്നതാണ്. അതിന് പരിഹാരം കാണുന്നതിന് ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാകുമെന്ന് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. CPIM ചാലക്കുടി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തി. ചാലക്കുടി ഹൌസിംഗ് ബോർഡിൽ നടന്ന പതാക ദിനം LC അംഗവും തലമുതിർന്ന സഖാവുമായ ബാബു പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി G രാധാകൃഷ്ണൻ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. സഖാക്കൾ KP ഗോപി, ആനന്ദഭവൻ E സുകുമാരൻ, സാലസ് വർഗീസ്, നന്ദകുമാർ, ജിനേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 26, 27, 28 ദിനങ്ങളിൽ ഗോപാലകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഏരിയ സമ്മേളനം. 28-ാം തീയതി പൊതുസമ്മേളനവും പ്രകടനവും നടത്തും. പറപ്പൂക്കര പഞ്ചായത്തിലെ ജനകീയ സഹായ പദ്ധതിയായ ജീവനം വഴി ഇനി മുതൽ പഞ്ചായത്തിലെ പാലിയേറ്റീവിൽ രജിസ്റ്റർ ചെയ്ത പാവപ്പെട്ട രോഗികൾക്ക് ആശുപത്രി യാത്ര സൗജന്യമാക്കി. ആംബുലൻസ് കൂടാതെ ആശുപത്രിയിൽ പോകാൻ കഴിയാത്ത നിരവധി കിടപ്പ് രോഗികൾക്ക് ഇത് ആശ്വാസമാകും. പഞ്ചായത്ത് ഭരണസമിതിയുടെ 48 മാസങ്ങൾ പൂർത്തിയാക്കുന്ന ഈ ഘട്ടത്തിൽ 48 പദ്ധതികളാണ് നാടിന് സമർപ്പിക്കുന്നത്. ഇതിൽ ആദ്യത്തെയാണ് ഈ സൗജന്യ യാത്ര. ജീവനം നാട് ഏറ്റെടുത്ത പദ്ധതിയാണെന്നും ഒരുപാട് നല്ല മനുഷ്യരുടെ സഹായം കൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ടു പോകുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ജീവനം വഴി പഞ്ചായത്തിൽ മരണാനന്തര സഹായനിധി നടപ്പാക്കാൻ സർക്കാരിലേക്ക് അനുമതിക്കായി അപേക്ഷ നൽകിയിട്ടുണ്ട്. സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ അനുമതി ലഭിച്ചാൽ സംസ്ഥാനത്ത് ആദ്യമായി മരണാനന്തര സഹായനിധി നടപ്പാക്കുന്ന ആദ്യത്തെ പഞ്ചായത്താകും പറപ്പൂക്കരയെന്നും പ്രസിഡന്റ് പറഞ്ഞു. പൂക്കോട് ഭഗവതികാവ് ക്ഷേത്രത്തിലെ പുതിയ കോമരത്തിന് അവരോധന കലശം നടത്തുന്നു. ഡിസംബർ 26 വ്യാഴാഴ്ച രാവിലെ 8:30-നും 9:30-നും ഇടയിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. അന്നേ ദിവസം വൈകിട്ട് കളമെടുത്ത് പാട്ടും ഉണ്ടായിരിക്കും. ഇന്നത്തെ സ്വർണ്ണവില.
സ്വർണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത പുതുക്കാട് KSRTC ബസ് ഓട്ടോറിക്ഷയിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പാലപ്പിള്ളി കാരികുളം സ്വദേശി മരിച്ചു. പെറ്റമ്മയുടെ കരുതൽ തുണയായി. വീട്ടുമുറ്റത്തെ ഇരുമ്പ് ഗേറ്റ് വീണുണ്ടായ അപകടത്തിൽ നിന്നും 2 വയസ്സുകാരൻ രക്ഷപ്പെട്ടു. തൊഴാൻ വന്ന സ്ത്രീയുടെ 6 പവൻ തൂക്കം വരുന്ന സ്വർണമാല കവർന്ന കേസിലെ പ്രതികളായ 2 സ്ത്രീകളെ കൂടി ഈസ്റ്റ് പോലീസ് പിടികൂടി. ചാലക്കുടി കൂടപ്പുഴ ARSൽ നടന്ന ചാലക്കുടി അഗ്രി ബിസിനസ് എക്സ്പോ 2024 വൻ ജനപങ്കാളിത്തത്തോടെ സമാപിച്ചു. പോത്തുപാറ പട്ടികവർഗ ഉന്നതിയിലെ 24 കുടുംബങ്ങളുടെ ഭവന നിർമ്മാണോദ്ഘാടനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. ഗുരുവായൂർ നഗരസഭ ടൗൺ ഹാളിൽ നിന്ന് 5.5 അടിയോളം നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. കരുതലും കൈത്താങ്ങും മുകുന്ദപുരം താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് മന്ത്രി കെ രാജൻ. CPIM ചാലക്കുടി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തി. പറപ്പുകര പഞ്ചായത്തിലെ പാലിയേറ്റീവിൽ രജിസ്റ്റർ ചെയ്ത പാവപ്പെട്ട രോഗികൾക്ക് ആശുപത്രി യാത്ര സൗജന്യമാക്കി. പൂക്കോട് ഭഗവതികാവ് ക്ഷേത്രത്തിലെ പുതിയ കോമരത്തിന് അവരോധന കലശം നടത്തുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.